അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ ഇപ്പൊ മലയാളത്തിൽ പറയാൻ പോണ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിൽ 20 കൊല്ലമായി താമസിക്കണത്. പക്ഷെ എൻ്റെ വീട് കേരളത്തിലുണ്ട്. എറണാകുളത്താണ് എൻ്റെ വീട്. പക്ഷെ എൻ്റെ സ്വന്തം വീട് വെസ്റ്റ് ബംഗാൾ നോദിയ കിഷൻ നഗർ എൻ്റെ വീട്. പക്ഷെ മുർഷിദാബാദില് ഒരു വെള്ളിക്കട സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിംസും ഉള്ള എല്ലാ സംഭവങ്ങളും ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാർത്തയിൽ വന്നേക്കാണത്. കാര്യം പറഞ്ഞാൽ ഒരു വെള്ളിക്കട ഒരു പള്ളി വരാൻ പോണ്. ഇതിന് പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ആ പള്ളി എല്ലാരും ഇടിച്ച് തകർത്തി എല്ലാം സംഭവം ചെയ്തു. പക്ഷെ അതിനെക്കാട്ടും വീണ്ടും നമ്മളൊരു മുർഷിദാബാദിലെ MLA വീണ്ടും നമുക്ക് വേണ്ടി ബബ്രി മസ്ജിദ് വീണ്ടും വരാൻ പോണ പള്ളി വരാൻ പോവാണ്. അതിനുവേണ്ടി എല്ലാരും ദുആ ചെയ്യണം, എല്ലാരും കൂടെ നിൽക്കണം. എല്ലാ മുസ്ലിംസും ഉള്ള ആൾക്കാർ കൂടെ നിന്നാലും നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ മുസ്ലിംകള് ഒരു കാല് മുമ്പിലേക്ക് വെച്ച് അടുത്ത കാല് ബാക്കിലേക്ക് വെച്ച് നമുക്ക് ഒരിക്കലും മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എത്ര മുസ്ലിംകൾ ആൾക്കാർ നമ്മളെ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാരും ഈ മുസ്ലിംസ് വേണ്ടി എല്ലാരും നമ്മൾ മുമ്പിലേക്ക് പോകണം, നടക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ ചില ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവര് വെസ്റ്റ് ബംഗാളാണ്, അവർ ഹിന്ദിക്കാരാണ്, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ കേരളത്തിൽ 20 കൊല്ലമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 20 കൊല്ലം. എൻ്റെ വയസ്സ് 7 വയസ്സുള്ളപ്പോൾ ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. 20 കൊല്ലമായി. പക്ഷെ എല്ലാരും മുസ്ലിംസിന് കൂടെ നിന്നാലും നമുക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വേണ്ടി ബബ്രി പള്ളി വരാൻ പോവാണ്. നമ്മളെ മുസ്ലിം കേരള ഭാഷയിൽ പറയുന്നത് മുസ്ലിം പള്ളി, നമ്മളെ ഹിന്ദിയിൽ പറയാൻ മസ്ജിദ്, അതിന്റെ മലയാളത്തിൽ പറയുന്ന പള്ളി, മുസ്ലിം പള്ളി വരാൻ പോവാണ്. എല്ലാ മുസ്ലിംസ് ആൾക്കാർ, ഈ ഹിന്ദിക്കാരല്ല, മുസ്ലിംസ് തന്നെയാണ്, ഹിന്ദിക്കാരെ ആൾക്കാരല്ല. നിങ്ങൾ കൂടെ നിന്നാലും നമുക്ക് എല്ലാരും മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇൻഷാല്ലാഹ് ഹോബേ. നാരായ് തക്ബീർ, നാരായ് തക്ബീർ.